ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ആണ്. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായി 2020 ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ലോക ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്ന് ആചരിക്കുന്നു. വിളകളുടെ ആരോഗ്യമാണ് ജീവികളുടെ ആരോഗ്യത്തിൻ്റെ അടിത്തറ എന്ന സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ലോകത്തിലെ ആദ്യ കാർബൺ രഹിത സ്റ്റേഡിയം ആംസ്റ്റർഡാമിലെ യോഹാൻ ക്രൈഫ് സ്റ്റേഡിയവും ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ സ്റ്റേഡിയം ഇന്ത്യയിലെ ചിന്നസ്വാമി സ്റ്റേഡിയവും ലോകത്തിലെ ആദ്യത്തെ കാർബൺ രഹിത ഫുട്ബോൾ ക്ലബ്ബ് ഇംഗ്ലണ്ടിലെ ഫോറസ്റ്റ് ഗ്രീൻ റോവേഴ്സ് ഫുട്ബോൾ ക്ലബ്ബും ആണ്. ഇന്ത്യയുടെ 28ാമത്തെ കരസേനാ മേധാവിയായി അധികാരമേറ്റത് ജനറൽ മനോജ് മുകുന്ദ് നരവണെ ആണ്. ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായുള്ള പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ആണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പരാതികൾ വകുപ്പ് മന്ത്രിക്ക് നൽകുവാനുള്ള ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് റവന്യൂ മിത്രം. 2019 തകഴി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി ആണ്. വ്യോമസേനയുടെ ഭരണവിഭാഗം മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ MS.G. മേനോൻ ആണ്. രാജ്യത്ത് ആദ്യമായി ചെസ് ടൂറിസം നിലവിൽ വരുന്നത് കേരളത്തിൽ ആണ്. ജനുവരി 27 ആലപ്പുഴയിലെ പുരവഞ്ചിയിലാണ് ആദ്യ ടൂർണമെൻറ്റ് നടക്കുന്നത്. ടെന്നീസിൽ പുതുതായി നിലവിൽ വരുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ പേരാണ് ATP കപ്പ്. 80ാമത് അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കർണാടകയിലെ മൂഡബിദ്രിയിൽ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്ന 30 വർഷം പഴക്കമുള്ള ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്ത ഹരിയാനക്കാരി ആണ് ഷെഫാലി വർമ്മ. 15 വർഷവും 285 ദിവസവും ആണ് പ്രായം. കാട്ടുതീ പടരുന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ആണ് ഓസ്ട്രേലിയ. ദേശീയ സീനിയർ വനിതാ വോളിബോളിൽ ജേതാക്കളായത് കേരളം ആണ്. ഗുണ്ടർട്ട് രേഖകളുടെ ഡിജിറ്റൽ രൂപം ഏത് സർവകലാശാലയാണ് കേരളത്തിന് കൈമാറിയത്? ജർമ്മൻ സർവകലാശാല. 2020 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നും പ്രതിരോധ മന്ത്രാലയം ഒഴിവാക്കിയ ഫ്ലോട്ടുകൾ ഏതൊക്കെ സംസ്ഥാനത്തിൻ്റേത് ആണ്? കേരളം, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ. കേരള ബാങ്കിൻ്റെ പരിപൂർണ നിയന്ത്രണം ആർക്കാണ്? ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്. RBI നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും പ്രവർത്തിക്കുന്ന സമിതിയാണ് ഇത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ മാൾഡോവയിലെ നിക്കോളായ് ടെസ്റ്റിമിറ്റാനു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച കേരള മന്ത്രിയുടെ പേരെന്താണ്? KK ശൈലജ. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മന്ത്രിക്ക് ഈ ബഹുമതി ലഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ഓട്ടിസം പാർക്ക് കോതനല്ലൂരിൽ ആണ്. യൂണിസെഫിൻ്റെ 2018 അവലോകന റിപ്പോർട്ട് പ്രകാരം ന്യൂമോണിയ ബാധിച്ചുള്ള ശിശുമരണത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്ത് ആണ്? 2ാം സ്ഥാനത്ത്. നൈജീരിയയാണ് 1ാം സ്ഥാനത്ത്. ഭ്രമത്വക എഴുത്തിലൂടെ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന മലയാളി എഴുത്തുകാരൻ സേതുവിൻ്റെ ആദ്യ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ദി കക്കൂസ് നൈറ്റ്. US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡർ ആരാണ്? ഖാസിം സുലൈമാനി. കേരളത്തിലെ മുൻ ഗവർണർ ജനുവരി 5 അന്തരിക്കുകയുണ്ടായി. ആരാണ് അദ്ദേഹം? TN ചതുർവേദി. 1984 മുതൽ 89 വരെ രാജ്യത്തിൻ്റെ CAG പദവി വഹിച്ചിട്ടുണ്ട്. 1991 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. 2002 ഓഗസ്റ്റ് 21 കർണാടക ഗവർണർ ആയി അദ്ദേഹം ചുമതലയേറ്റു. 2004 ഫെബ്രുവരി 25 മുതൽ ജൂൺ വരെ കേരളത്തിൻ്റെ ഗവർണറായി ചുമതല വഹിച്ചു. 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ മികച്ച ചിത്രം 1917 മികച്ച സംവിധായകൻ സാം മെൻഡസും മികച്ച നടൻ ജാക്കിൻ ഫിനിക്സും മികച്ച നടി റീനി സെൽവേഗറും ആണ്. ദേശീയ അന്തർ സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മീറ്റിൽ കിരീടം നേടിയത് മംഗളൂരു ആണ്.
ആധുനിക ഇന്ത്യൻ ചിത്രകലയിലെ പ്രമുഖനായ ചിത്രകാരൻ 2020 ജനുവരിയിൽ അന്തരിക്കുകയുണ്ടായി. ആരാണ് അദ്ദേഹം? അക്ബർ പദംസി. റീക്ലൈനിങ് ന്യൂഡ എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം 2011 ന്യൂയോർക്കിൽ 10 കോടിയിലധികം രൂപയ്ക്കാണ് വിറ്റുപോയത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ കാളിദാസ് സമ്മാൻ നേടിയിട്ടുണ്ട്. ലളിതകലാ അക്കാദമി ഫെലോഷിപ്പും സ്വർണ്ണ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2010 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? AR അജയകുമാർ. പ്രധാനമന്ത്രിയുടെ ഗ്രാമസഡക് യോജന മാതൃകയിൽ കേരളത്തിൽ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണത്തിന് മുഖ്യമന്ത്രിയുടെ പദ്ധതിയുടെ പേരെന്താണ്? മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി. പുതുതായി കേരളത്തിൽ എത്ര വാർഡുകളാണ് നിലവിൽ വരുന്നത്? 1378. ഇന്ത്യൻ റെയിൽവേയുടെ 166 വർഷത്തെ ചരിത്രത്തിൽ യാത്രക്കാരുടെ അപകടമരണം രേഖപ്പെടുത്താത്ത വർഷം ഏതാണ്? 2019. കേരള പോലീസിൻ്റെ ട്രാഫിക് വീഡിയോയുടെ പേരെന്താണ്? നർമ്മത്തിലൂടെ മർമ്മത്തിലേക്ക്. പാമ്പിൻ വിഷത്തിൻ്റെ ജനിതഘടനാ ചിത്രം പൂർത്തിയാക്കിയതിന് പിന്നിലെ മലയാളി സംരംഭകൻ ആരാണ്? ഡോക്ടർ ജോർജ് തോമസ്. UK-യിലെ ഉന്നത ബാലസാഹിത്യ പുരസ്കാരമായ കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് നേടിയ ഇന്ത്യൻ വംശജ ആരാണ്? ജസ്പിന്ദർ ബിലാൻ. ആഷ ആൻഡ് ദ സ്പിരിറ്റ് ബേർഡ് എന്ന കൃതിക്കാണ് അവാർഡ് നേടിയത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി. ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ്? കൈലിയൻ എംബാപ്പെ. QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വാട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ഏത് തെരഞ്ഞെടുപ്പിലാണ് ഉപയോഗിക്കുന്നത്? ഡൽഹി തെരഞ്ഞെടുപ്പിൽ. രാജകീയ അധികാരങ്ങളും പദവികളും ഉപേക്ഷിക്കാനൊരുങ്ങുന്ന ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഹാരി രാജകുമാരനും ഭാര്യ മേഗൻ മാർക്കലും. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ്? N പ്രഭാകരൻ. മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് അവാർഡ് നേടിയത്. 2020 സുരക്ഷിത വിദ്യാലയ വർഷമായി കേരളത്തിൽ ആചരിക്കുന്നു. വിദ്യാലയങ്ങളെ പ്ലാസ്റ്റിക്, അപകടം, അമിത ശബ്ദം, ലഹരി, മലിനീകരണം എന്നിവയിൽ നിന്നും സുരക്ഷിതമാക്കാനുള്ള പദ്ധതിയാണ് ഇത്. ജനുവരി 17 ഫ്രഞ്ച് ഗയാനയിലെ സ്പേസ് പോർട്ടിൽ നിന്നും ഏരിയാൻ 5 റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്ന ആശയവിനിമയത്തിനായുള്ള ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹം ഏതാണ്? GSAT-30. ISRO വികസിപ്പിച്ചെടുത്തതാണ് ഇത്. 3357 കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളത്. ഉയർന്ന നിലവാരത്തിലുള്ള ടെലിവിഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. 2021 കേരളം വൈദ്യുതി തടസ്സരഹിത സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? ദ്യുതി 2021. പ്രഥമ ATP കപ്പ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടിയ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏതാണ്? കൊല്ലം. ക്രിക്കറ്റിലെ മികവിന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന പോളി ഉംറിഗർ അവാർഡ് നേടിയത് ആരൊക്കെയാണ്? ജസ്പ്രീത് ബുംറയും വനിതാ സ്പിന്നർ പൂനം യാദവും. പൗരത്വ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. ഹൈതം ബിൻ താരിഖ് അൽ സയീദ് ഏത് അറബ് രാജ്യത്തെ പുതിയ ഭരണാധികാരി ആണ്? ഒമാൻ. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തുറമുഖം ഏതാണ്? കൊൽക്കത്ത. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ വാർഷികമാണ് 2020? 75ാമത്തെ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്.